ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம டொவினோ தாமஸ் நடித்த ஏஆர் மூவி வந்து பார்த்தீங்கன்னா சீன் 2 தான் இன்றைக்கி வந்து நம்ம ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 1 வந்து பார்த்தீங்கன்னா நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கு. பார்க்காதவங்க கண்டிப்பாக செட் பண்ணி பாருங்கள். நம்ம டொவினோக்கு வந்து பார்த்தீங்கன்னா அந்த மூவி வந்து நிறைய பேர் வந்து பார்த்துருப்பீங்க. மின்னல் முரளி அதுக்காட்டிலே வந்து பார்த்தீங்கன்னா அல்டிமேட்டாக வந்து பார்த்தீங்கன்னா இது வந்து டொவினோ வந்து பார்த்தீங்கன்னா மின்னல் முரளியில் வந்து பார்த்தீங்கன்னா ஒரு நார்மல் ஒரு எப்படி சொல்லுவாங்க, ஒரு சாக்லேட் பாய், ஒரு ஸ்கூல்ல வந்து ஒரு வால் பண்றது, ஒரு காலேஜ்ல வந்து பார்த்தீங்கன்னா, ஒரு துருதுருன்னு இருப்பாங்கல்ல, அந்த மாரி வந்து ஒரு கேரக்டர் வந்து இருப்பாங்க. அ ஒரு மின்னல் அடிச்சு அதில வந்து சக்தி வந்து வந்திருக்கும். இந்த படத்தில வந்து பார்த்தீங்கன்னா, சக்தி இல்லாமயே வந்து பார்த்தீங்கன்னா, போட்டு எல்லாத்தையும் பொல பொலன்னு வந்து சீன் 1ல வந்து பார்த்தீங்கன்னா பொளந்தாரு. அத தொடர்ந்து வந்து பார்த்தீங்கன்னா, சீன் 2ல என்ன பண்ண போறான்னு சொல்லிட்டு நம்ம வீடியோக்குள்ள போய் பார்த்துட்டு, அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணலனா, கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். ഒരു വിരുന്ന് നടക്കുകയാണ്. അത് മറ്റൊന്നിനുമല്ല, വിജയശ്രീ ലാളിതനായ കേളുവിനെ സ്വീകരിച്ചുകൊണ്ടുള്ളതാണ്. നീ എടക്കലിന്റെ അഭിമാനാക്കാത്തത്. മനസ്സ് നിറഞ്ഞ് ഞാൻ ചോദിക്കുക, എന്താ നിനക്ക് തരേണ്ടത്? മനസ്സ് നിറഞ്ഞ് சொல்றேன். കുട്ടിക്കാലം മുതൽ ഞാൻ കാണാൻ കൊതിച്ചിട്ടുള്ള ഒരു അത്ഭുതമുണ്ട് ഈ കൊട്ടാരത്തിൽ. എന്റെ നാട്ടിൽ പൊട്ടി വീണ നക്ഷത്രക്കല്ലുകൊണ്ടുണ്ടാക്കിയ ശ്രീബോധി വിളക്ക്. ആ വിളക്ക് ഇന്നാട്ടിൽ തീർത്ത സമൃദ്ധിയെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അത് ഹരിപുരത്ത് വേണമെന്ന് എന്റെ ഒരു ആഗ്രഹം. തമ്പുരാൻ എനിക്കെന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിളക്ക് തന്നാ മതി. കേളുവിന്റെ ആ ചോദ്യം രാജാവിനെ ഒരല്പം അസ്വസ്ഥനാക്കിയെങ്കിലും അദ്ദേഹം മുഖത്തൊരു ചിരി വിടർത്തുന്നു. രാജാവ് തന്റെ വാക്ക് പാലിക്കുന്നു. ആ വിളക്ക് കേളുവിന് സമ്മാനിച്ചു. അടുത്ത സീനിൽ ഹരിപുരത്തിന്റെ ആകാശ കാഴ്ച. പന്തവും കത്തിച്ച് ആ കാട്ടുപ്രദേശത്ത് കൂടിയിരിക്കുകയാണ്. അതിന് നടുവിലേക്ക് കേളു കുതിരപ്പുറത്തെത്തുന്നു. തനിക്ക് രാജാവ് സമ്മാനമായി നൽകിയ വിളക്ക് ആ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ നാട്ടുകാർക്ക് മുന്നിൽ ഉയർത്തി കാണിക്കണം. അവരെല്ലാം ഭക്തി പുരസരം ആ വിളക്കിനെ തൊഴുതു നിൽക്കുന്നു. കേളു പതിയെ കുതിരപ്പുറത്ത് നിന്നും താഴത്തേക്ക് ഇറങ്ങി. ആ വിളക്കിലൊന്ന് തൊഴുവാനായി ആളുകൾ ചുറ്റും കൂടി. ഈ കാഴ്ച ദൂരെ നിന്ന് കാണുന്ന കേളുവിന്റെ അമ്മയും പ്രിയതമ്മയും. കേളുവിന്റെ പ്രണയിനി അവതരിപ്പിക്കുന്നത് ഐശ്വര്യ രാജേഷ്. അടുത്ത സീനിൽ കേളുവും തന്റെ പ്രിയതമയും പരസ്പരം സ്നേഹം പങ്കുവെക്കുകയാണ്. കണ്ടിട്ടുള്ളൂ. അത് സ്വർണത്തിനേക്കാളും മൂല്യമുണ്ടായിന് നിന്നെ പോലെ. നിനക്ക് ആ വിളക്ക് ഇനിയും കാണണോ? എനക്കും നമ്മൾ കൂട്ടിറക്കും. ഇനി എങ്ങനെ ജിയോതികളൊക്കെ കാണാൻ പറ്റും? ഇന്നാട്ടിലെ എല്ലാരും തീണ്ടലില്ലാതെ ജിയോതികളൊക്കെ കാണണമെന്ന എന്റെ ആഗ്രഹം. ആ നക്ഷത്രക്കല്ല് പൊട്ടി വീണെടുത്ത ഞാൻ ആ വിളക്ക് പ്രതിഷ്ഠിക്കാൻ പോവാ. പക്ഷേ ഭഗവാന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു മോളെ. നാട് മുഴുവൻ വസൂരി വന്ന ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി. പേടിച്ചിട്ട് സ്വന്തക്കാര് പോലും തിരിഞ്ഞു നോക്കാത്തൊരു കെട്ടകാലം. ആ ഗ്രാമത്തിലെ ദുഃഖകരമായ കാഴ്ചകൾ കാണുന്ന കേളു, വസൂരി വന്ന തന്റെ പ്രിയതമയെ കാണാനായെന്ന കേളുവിനെ തടയുന്ന മറ്റൊരാൾ. എന്നാൽ അത് വകവയ്ക്കാതെ കേളു മുന്നോട്ട് പോകുന്നു. വേണ്ട മോനെ, ദേവി വിളയാടി ഇനി കേറണ്ട. ദേവി വിളയാടിയതാണെങ്കിൽ അതിനുള്ള പ്രതിവിധി ഇരിക്കാറായിരിക്കുമല്ലോ. വരുത്തം വന്നാൽ ചികിത്സിക്കണം. അവളെ എടുത്തുകൊണ്ട് കേളു ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകുന്നു. ചോദ്യനെ കൊണ്ടുപോയതിന്റെ 10ാം നാൾ കേളുവിന് വസൂരി വന്നു. ചിലപ്പോ ചോദ്യന്റെ വസൂരി കേളു ആവാഹിച്ചെടുത്തതും ആവാം. അങ്ങനെയും കഥകൾ. അയ്യോ, ഇവർക്കും പൊട്ടിച്ച വസൂരി വന്ന്
തളർന്നു കിടക്കുന്ന കേളു. ചോദിക്ക് ഭേദമായത് കേട്ട് ആശ്വസിക്കുന്ന കേളു. പ്രതിഷ്ഠ കഴിഞ്ഞു. ഓൻ വിചാരിച്ചല്ലോ ആ കൂട്ടരെയൊന്നും കേട്ടിട്ടില്ല. അയാൾ പറഞ്ഞത് കേട്ട് കേളു ആകെ വിഷാദഭാവത്തിലാകുന്നു. സീനിൽ ഒരു തോണിയിൽ വരുന്ന രാജാവിന്റെ മരുമകൻ മാനവർമ്മ. കേളുവിന്റെ വീട്ടിലേക്കാണ് ആ വരവ്. അയാൾ വന്ന് താളിയോല കേളുവിന് സഹായിക്കുന്നത്. മാനവർമ്മ ഒരു കുറിപ്പ് ഏൽപ്പിച്ചിട്ടുണ്ട്. രഹസ്യ സ്വഭാവമെന്ന കൽപ്പന. കേളു ആ കുറിപ്പ് വാങ്ങി വായിക്കുന്നു. ആ താളിയോല വായിക്കുമ്പോൾ കേളുവിന്റെ മുഖത്ത് അസാധാരണമായ ഒരു ഞെട്ടൽ കാണാം. അത് വായിച്ചതിന് ശേഷം കേളു അത് വിളക്കിലെ തിരിയിൽ നിന്ന് കത്തിച്ചു കളയുന്നു. രാജാവ് തനിക്ക് നൽകിയ രഹസ്യം മറ്റാരും അറിയരുതെന്ന് കേളു ആഗ്രഹിക്കുന്നതുകൊണ്ടാവാം അങ്ങനെ ചെയ്തത്. ഇപ്പോൾ സീനിൽ ചോതി ഒരു മുറിയിലിരിക്കുകയാണ്. ചോതിയുടെ അസുഖം ഭേദമായി വരുന്നു. ഈ സമയം ചോതിയുടെ അമ്മ വന്ന് അവളോട് എന്തോ ഒരു രഹസ്യം കൈമാറും. അത് കേട്ട് അവൾ ഞെട്ടുന്നു. മനസ്സിൽ വിഷമിച്ച് എന്ത് കാര്യം ഉണ്ടായിരുന്നത് ഇപ്പോഴും രഹസ്യ. കുഞ്ഞിക്കേളുവിനെ കേട്ടു വളർന്ന ഹരിപുരത്തുകാരൻ അങ്ങനെ കളരിക്കാരായി. ശ്രീബോധി വിളക്ക് പ്രതിഷ്ഠിച്ച ഈ നാട് ജിയോതിക്കാവുമായി. കുഞ്ഞിക്കേള് കൊണ്ടുവന്ന വിളക്ക ഈ നാടിന്റെ ഐശ്വര്യം. 5 കൊല്ലത്തിലൊരിക്കൽ കാവൽ നടക്കുന്ന അംഗത്തിലില്ലേ, അത് കുഞ്ഞിക്കേളുവിനുള്ള പ്രശ്നവിധിയാണ്. വിളക്ക് കൊണ്ടുവന്നതിന്റെ ഓർമ്മക്ക്. അപ്പോ ചോദ്യനെ കൂട്ടി ഓളുടെ അമ്മ നാഗർകോവിലും പോയി നാ കേട്ടിട്ടില്ല. നാരായണ നാരായണ. അമ്മമ്മേ, ചോദിക്ക് ഗർഭം ഉണ്ടായിരുന്നോ? ആഹാ, ചെറിയ വായിൽ പറയേണ്ട വർത്താനം അതൊക്കെ. ഇനി നീ കഥ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. മുത്തശ്ശി കിടന്നു. കൊച്ചുമോളുടെ ചോദ്യം അല്പം വിഷമിപ്പിച്ചുവെങ്കിലും നാട്ടുകാർക്ക് എന്താ പറഞ്ഞോടാത്ത? അമ്മമ്മേ, അപ്പോ മണിയന്റെ കഥയോ? രാത്രി കിടക്കുമ്പോ വല്ല ഭഗവാന്റെ നാമം വിളിക്കുന്നതിന് പകരം ജിയോതി വിളക്ക് കെട്ട ആ കള്ളന്റെ കഥയെ നിനക്കറിയണ്ട. ഓർഗടി ഓന്റെ കഥയൊന്നും രാത്രി പറയാൻ കൊള്ളൂല മോളെ. മണിയന്റെ ചിന്ത നമുക്ക് മുന്നിലേക്ക് ഇട്ട് മുത്തശ്ശിയും മകളും யாரு மணின்னு சொல்லி தரல. പഴയ കാലത്തേക്ക് ക്യാമറ ചലിക്കും. നാടായ നാട് വിട്ട് കട്ടുപിടിച്ച് നടക്കുന്നവരെ കൂടി തലയുറത്ത് പിടിച്ച് നടക്കാൻ പറ്റാണ്ടായി. കക്കുന്ന പോലെ തിന്നുന്ന നായി കാര്യഗുരുക്കളും കുമാരഗുരുക്കളും ആൾക്കാരെ വെച്ചിട്ടില്ലേ? എല്ലാരും ഉണ്ടോ പേരെ? 4 ഭാഗത്തും നോക്കി നിന്നോളണം. ഓൻ ഏലിയും വരും. ഇങ്ങോട്ട് നിൽക്കണം. ഓന്റെ ഈ മണിയടി കൊള്ളിട്ടായാലും വേണ്ടില്ല. കള്ളപ്പെടുവൻ കള്ളപ്പെടും. ഓ, ടൊവിനോ தான் மணி. മണിയനായും സീനിൽ പ്രത്യക്ഷപ്പെടുന്നത് ടൊവിനോ തന്നെയാണ്. ആർക്കും കീഴടക്കാനാകാതെ വളരെ വേഗത്തിൽ ചലിക്കുന്ന മണിയൻ. ചൈന് മാല മാത്രമല്ല സ്വർണ്ണ പല്ലും പോലും. സ്വർണ്ണ പല്ല്, തങ്കപ്പല്ല്. അയ്യോ,
കഥ അവിടെ പറഞ്ഞു നിർത്തി മുത്തശ്ശിയും മോളും ഉറങ്ങി. പ്രഭാത സമയം. മനോഹരമായ ഗ്രാമം. മണിയനാണ് ഭയങ്കര. അച്ഛനും അച്ഛനും 10-100 ആൾക്കാരും കൂടി ചേർന്ന് മണിയനെ പിടിച്ചു. நான் கூட சண்டை தான் போட வரான்னு சொல்லி பார்த்தா ആ വിളക്കിന് ഭയങ്കര ശക്തിയാ. അത് കട്ടതുകൊണ്ടല്ലേ മണിയൻ വെള്ളത്തിൽ വീണ് വെച്ച്. ഓ ബടായി ബടായി നീ കണ്ടിനോ? നിമിഷ നേരം കൊണ്ട് ഇല്ലാണ്ടാക്കുന്ന എന്തെങ്കിലും മിച്ചുണ്ടാവും കയ്യില്. മുത്തശ്ശി പറഞ്ഞ കഥ കൂട്ടുകാരികൾക്ക് വിളമ്പി അവൾ പഠിക്കാൻ പോകുന്ന വഴിയിൽ മോഷ്ടിച്ചതിന് പിടിക്കപ്പെട്ട അജയൻ എന്ന കുട്ടിയെ കാണും. അച്ഛൻ കല്ലാന്ന് പറഞ്ഞ് എല്ലാരും എന്നെ കളിയാക്കുന്നു. ആരും എന്നെ കളിക്കാൻ കൂട്ടില്ല. ഏതെങ്കിലും വീട്ടിൽ പോയാ സംശയം, സ്കൂളിലും സംശയം. എന്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. ഒരു കള്ളനാവാനേ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തീന്റെ ക്ഷമയും കുറുക്കന്റെ കണിയും പഠിക്കണം. അല്ലെങ്കിൽ കൂട്ടുകൂടാൻ മനുഷ്യന്മാരെക്കാൾ നല്ല കാക്കിന്റെ ചെല്ലം തന്നെയാണ്. ഒരു നല്ല കള്ളനെ പറ്റി അജയന് പറഞ്ഞു കൊടുക്കുന്ന മാണിക്യ മുത്തശ്ശിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുരഭിയാണ്. സീനിൽ മുങ്ങി നിവരുന്ന ചന്തു നായർ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുധീഷാണ്. അജയന്റെ സുഹൃത്തായ കാക്ക ആ താക്കോൽ മോഷ്ടിച്ച് അജയന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇത് കാണുന്ന മുത്തശ്ശിയുടെ കൊച്ചുമോള് ലക്ഷ്മി. അവളെ കണ്ടതും താക്കോൽ വേഗം മറച്ചു പിടിക്കുന്നു അജയൻ. എന്നാൽ അത് കാണുന്ന ലക്ഷ്മി കുസൃതി നിറഞ്ഞ ഒരു ചിരി സമ്മാനിച്ച് കടന്നു പോകുന്നു. അജയനും അവളെ നോക്കിച്ചിരിക്കുന്നു. സീനിൽ അജയൻ ഫസ്റ്റ് തെഫ്റ്റ് എന്ന് എഴുതി. சூப்பர் சூப்பர் சூப்பர். இந்த சீன்ல வந்து பாத்தீங்கன்னா டொவினோ வந்து இந்த அரசர்கிட்ட வந்து ஏதோ பேசிட்டு இருக்காரு, என்னன்னு சொல்லிட்டு எனக்கு சரியா தெரியல. அதுக்கப்புறம் வந்து பாத்தீங்கன்னா ஐஸ்வர்யா ராஜேஷ் வந்து இருக்காங்க. அந்த ஐஸ்வர்யா ராஜேஷ்க்கு வந்து பாத்தீங்கன்னா அம்மா வந்து போட்டுக்காட்டுக்கு எல்லாமே வேணாம் வேணாம் ஏதோ வந்து சொல்றாங்க. ஒருத்தவங்க வந்து பாத்தீங்கன்னா சின்ன பொண்ணு ஏதோ வந்து இறந்துட்டாங்க, பரவாயில்லன்னு சொல்லிட்டு நான் வந்து ஏதோ தூக்கிட்டு வந்து போறாரு. கடைசியில வந்து பாத்தீங்கன்னா அவரே வந்து பாத்தீங்கன்னா அந்த அம்மா வந்து பாத்தீங்கன்னா அட்டாக் பண்ணிருச்சு. அதுலயே வந்து பாத்தீங்கன்னா அவர் படுத்திருக்காரு. ஏதோ ஒரு ராஜாலாம் எல்லாம் பேசிட்டு இருக்காங்க. சரி, நான் கூட நினைச்சேன் சரி வந்து ஒரு பயங்கரமான ஃபைட் இருக்குடா, ஒரு சம்பவம் இருக்குடா அப்படின்னு சொல்லி நினைச்சா எல்லாத்தோட வந்து பாத்தீங்கன்னா செயின் எல்லாம் வந்து பதிச்சுட்டு போயிருப்பாரு. அவர் வந்து என்ன சொல்லுவாரு, பல்லுக்கு சொப்பன என்னமோ சொல்லுவாரு. தங்கப்பள்ளி வந்து பாத்தீங்கன்னா வந்து பறிச்சுட்டு வந்து போயிருப்பாரு. அந்த பாட்டி வந்து பாத்தீங்கன்னா அந்த பொண்ணுகிட்ட வந்து கதை எடுத்து சொல்லிட்டு இருக்காங்க. மணி வந்து அவர் தான் மணின்னு சொல்லிட்டு நினைக்கிறேன். அவர் கதையை வந்து பாத்தீங்கன்னா எடுத்து இப்பதான் வந்து சொல்ல ஆரம்பிச்சிருக்காங்க. ஓகே, இந்த வீடியோ வந்து கண்டிப்பா உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சா மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு கண்டிப்பா சப்ஸ்கிரைப் பண்ணாம நீங்க பாத்துக்கிட்டீங்கன்னா கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இது போல நல்ல நல்ல வீடியோ வந்து பாத்தீங்கன்னா நம்ம சேனல் வந்து பாத்தீங்கன்னா எப்பயும் வந்து பாத்தீங்கன்னா அப்லோட் பண்ணியிருக்கோம். அதனால வந்து பாத்தீங்கன்னா மறக்காம சப்ஸ்கிரைப் பண்ணிருங்க. இது போல நல்ல வீடியோ நெக்ஸ்ட் சந்திப்போம். பாய்.